അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വായന വെളിച്ചം രണ്ടാം ഘട്ടം തുടങ്ങി. പരിപാടിയുടെ ഭാഗമായി മുൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ബാലവേദി കുട്ടികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വായനാ വെളിച്ചം രണ്ടാം ഘട്ടം ആരംഭിച്ചു. വായനാ വെളിച്ചം പരിപാടിയുടെ രണ്ടാം ഘട്ടത്തിൽ കുട്ടികൾ വായനാനുഭവം പങ്കുവച്ചു. ബാലവേദി പ്രസിഡന്റ് എം ദേവപ്രിയ അധ്യക്ഷത വഹിച്ചു. മുൻ ലൈബ്രറി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ കുട്ടികളുമായി മുഖാമുഖം നടത്തി. ഈ വായനാ വെളിച്ചം പരിപാടി എന്താണെന്നുള്ളത് മാഷ് പറഞ്ഞല്ലോ. വെക്കേഷൻ സമയത്ത്, സ്കൂൾ അടച്ച സമയത്ത് നമ്മൾ വെറുതെ കളിക്കണം, വെറുതെ കളിച്ചു മാത്രം സമയം കളഞ്ഞുകൂടാ. കളിക്കാനുള്ള സമയം തന്നെയാണ്, പക്ഷേ കളി മാത്രം പോരാ. ആ കളിക്കിടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വായന. ഇത് നമ്മുടെ ലൈബ്രറിയാണ്, ഗ്രന്ഥാലയമാണ്. ഇവിടെ ഒരുപാട് പുസ്തകമുണ്ട്, ഏതാണ്ട് 20,000-ഓളം പുസ്തകമുണ്ട്. അത് പലതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ ഓരോന്നും നിങ്ങൾ എടുത്ത് വായിക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് കുറേ പുസ്തകം തന്നിട്ടുണ്ട്. വായിച്ചോ? എല്ലാവരും തന്ന പുസ്തകം ആരെങ്കിലും വായിച്ചോ? ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പുസ്തകം ആരെങ്കിലും വായിച്ചോ? വായിച്ച ആളൊന്ന് കൈവക്കിയേ. വായിച്ച ആളുകൾ, ഇവിടുന്ന് എടുത്ത പുസ്തകം വായിച്ച ആൾ. മോളേത് പുസ്തകം വായിച്ച്? പേരെന്താ? പുസ്തകത്തിൻ്റെ പേരെന്താ? പറയൂ, പുസ്തകത്തിൻ്റെ പേരെന്താ? മോൾ വായിച്ച പുസ്തകത്തിൻ്റെ പേര് ഇതാ? കുറുക്കനും കൊക്കും. എത്ര കഥ വായിച്ചു? അതിൽ നിന്ന് എല്ലാം വായിച്ചു. മോളോ ഏത് പുസ്തകം വായിച്ച്? പുസ്തകമേ ഓർമ്മയില്ലേ? അങ്ങനെ വായിച്ചിരുന്ന കാര്യം. മോള് വായിച്ചോ? എന്ത് വായിച്ച്? വയനാടൻ. വേറെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഏപ്രിൽ 9 അല്ലേ? 9 ദിവസം പോയി വെക്കേഷൻ്റെ. ഇനി ബാക്കിയുള്ള ദിവസവും വായിക്കണം. അപ്പോൾ പുസ്തകം കുറച്ച്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർ പുസ്തകം ഇന്ന് എടുക്കണം, കുറച്ച് പുസ്തകം എടുക്കണം. വായിച്ച് വളരുക എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. വായനയിലൂടെ പലതും അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് ആരും എഴുതി തള്ളാൻ കഴിയില്ല. അവനൊന്നും കഴിയില്ല, ഓക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അതിയാമ്പൂർ AKG സ്ക്വയറിൽ വെച്ച് നടന്ന അവലോകന യോഗത്തിൽ ബാലവേദി കൺവീനറായ വി ഗോപി, ഉഷ വി നേതൃത്വം വഹിച്ചു. AK ആൽബർട്ട്, N ഗീത, B ഗംഗാധരൻ, K സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.